town, from London to Taiwan. I've been all around the globe trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. Suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire.
ഹലോ ഗായ്സ്, വെൽക്കം ടു സ്ട്രീം ഫിനിക്സ് എലൈറ്റ് കസ്റ്റംസിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. നമ്മുടെ സ്പാര ചോദിക്കുന്ന ടീ കോഡ് ഉണ്ടോ എന്ന്. യെസ് ബ്രോ, ടീ കോഡ് ഉണ്ട്. അപ്പോൾ ഗ്രൂട്ട് സ്പോർട്സ് നമുക്ക് അവിടെ സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഗ്രൂട്ട് സ്പോർട്ട്. കൽപ്പിൻ്റെ കാന്തായിരിക്കും. എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ ഗോഡ്സ് ഓൺ കൺട്രി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി, വെൽക്കം ടു സ്ട്രീം. ബാഡ് ഗായ്സ് ബ്രോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാസർ സെലസ് എത്തിയിട്ടുണ്ട്. റാങ്കോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. റാങ്കോയിലെ പിള്ളേർ കയറിയിട്ടുണ്ട്. റാങ്കോ, ചാർലി ബ്രാവോ, ജെൻസസ് ആൻഡ് ആൽഫ അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, സ്ലോട്ടുകളിലേക്ക് ഒന്നുകൂടെ ഒന്ന് പോകാം. അപ്പം നമ്മുടെ മാച്ച് കൃത്യസ്ഥാനത്ത് സമയത്ത് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ചില മെമ്പേഴ്സിന് എനിക്ക് തോന്നുന്നു സ്ലോട്ടിലേക്ക് കയറാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് എനിവേ 80ഓളം മെമ്പേഴ്സ് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. നോക്കാം, സ്ലോട്ടും പെട്രോൾ ഒഴിച്ച് ബാക്കിയെല്ലാം വന്നിട്ടുണ്ട്. ഉമേഫാവോ AK എന്ന് പറയുന്നുണ്ട്. അപ്പം AK നല്ല സപ്പോർട്ടുമായിട്ട് ഉമേഫാവോ എത്തിയിട്ടുണ്ട്. ഓക്കെ, 70 കറൻ്റ് 70, 77. ഓക്കെ, മെമ്പേഴ്സ് എല്ലാം മാറി മറിഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സ്ലോട്ട് നമ്പർ 4 വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ സ്ലോട്ട് നമ്പർ 4 ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സ്ലോട്ട് നമ്പർ 4 മിസ്റ്റിലെ പ്ലേയേഴ്സ്, എക്സ് ഔട്ടിലെ പ്ലേയേഴ്സ് സ്ലോട്ട് നമ്പർ 5 SOS പ്ലേയേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 6 ഗാലക്സി ടീം അവിടെ സ്ലോട്ട് നമ്പർ 7 ബെഡിസ്കി ഒക്കെ ഫ്യൂരീസിലെ പ്ലേയേഴ്സ് ആണ്. സ്ലോട്ട് നമ്പർ 8 വെയിറ്റ് ചെയ്തിരിക്കുന്ന TS ഹോഡിലെ പ്ലേയേഴ്സ് അവിടെ 9ാമത്തെ സ്ലോട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. AK ടീമിൻ്റെ മെമ്പേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 10 ടീം ഇൻസെക്ട് അവിടെ സ്ലോട്ട് നമ്പർ 11 ഡെഡ്ലി ടീം മെമ്പേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 13 റേറ്റ് ടീം മെമ്പേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 0 റെസ്പെക്ട് അവിടെ സ്ലോട്ട് നമ്പർ 15. ഓക്കെ, ഊക്കൻ ആർമി വേക്കൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു. അപ്പോൾ അതോടൊപ്പം തന്നെ നോക്കാം, നമ്മുടെ ക്രൗഡ് സ്പോർട്സ് 16 17 ടോക്സിക്, റാങ്കോ at 18, T God at 19, RKZ at 20 21, FVK DVP ടീം at 22, SGS ടീം at 23, ഡാർക്കൻസ് ആൻഡ് ഫിനിക്സ് ടീം ആണ് ബാലൻസ് ഉള്ള സ്ലോട്ടുകളിലായിട്ടിരിക്കുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഫ്ലൈറ്റിൻ്റെ ട്രജക്ടറി നോക്കുവാണെങ്കിൽ നമ്മുടെ ജോർജ് പൂൾ ഹോസ്പിറ്റൽ ഗാഡ്ക റീജിയൻ കവർ ചെയ്തുകൊണ്ടുകൊണ്ട് സൊസ്നോക്ക മിലിറ്ററി ബേസിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ മെമ്പേഴ്സൊക്കെ ജമ്പിങ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. നോക്കട്ടെ. ഓക്കെ, ഡാർക്ക് വെൻസിലെ മെമ്പേഴ്സ് അവിടെ ഓൾറെഡി ജമ്പ് എടുത്ത് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ജോർജ് പൂൾ ലക്ഷ്യമാക്കിയുള്ള പോക്കാൻ തോന്നുന്നു. T ഗോഡിലെ മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്ത് കഴിഞ്ഞു. FEK എന്ന് തോന്നുന്നു. FEKയിലെ മെമ്പേഴ്സ് അവിടെ ജമ്പ് എടുത്ത് കഴിഞ്ഞു. റേറ്റിലെ മെമ്പേഴ്സ് അവിടെ ജമ്പ് ചെയ്ത് കഴിഞ്ഞു. ജോർജ് പൂൾ സിറ്റി ലക്ഷ്യമാക്കിയുള്ള പോക്കാണ്. അതോടൊപ്പം തന്നെ T ഗോഡ് അവിടെ ജമ്പ് കഴിഞ്ഞു. ടോക്സിക് കഴിഞ്ഞു. ക്രൗഡ് കഴിഞ്ഞു. അപ്പം എല്ലാ മെമ്പേഴ്സിനും അവിടെ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പാട്ടെല്ലാം ഓഫാന്ന് തോന്നുന്നു. അപ്പം പാട്ടൊക്കെ ഓഫാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞേക്കുക. അപ്പോൾ 15 പേര് വാച്ചിങ് ഗായ്സ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കട്ടയ്ക്കുള്ള ഫൈറ്റിംഗ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പോച്ചിങ്കി ലക്ഷ്യമാക്കിയാന്ന് തോന്നുന്നു ഇഷ്ടംമാതിരി പ്ലേയേഴ്സ് പോകുന്ന. SGS ടീമൊക്കെ അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. മിലിറ്ററി ഏരിയയിൽ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. നമ്മുടെ ടീം എക്സ് ഔട്ട് ആണെന്ന് തോന്നുന്നു നമ്മുടെ മിലിറ്ററി ബേസിലേക്ക് പോകുന്ന. DVP ടീം മെമ്പേഴ്സ് ഒപ്പം തന്നെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. T ഗോഡിൻ്റെ ഒപ്പം തന്നെ വേറൊരു ടീമും പോകുന്നുണ്ട്. T ഗോഡിൻ്റെ ഒപ്പം ഏത് ടീമാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. T ഗോഡ് നമ്മുടെ പോയിന്റ് ടേബിളിൽ ഏറ്റവും മേളിൽ നിൽക്കുന്ന ടീമാണ് T ഗോഡിൻ്റെ ഒപ്പം ക്രൗഡ് ടീമാണ് പോയിക്കൊണ്ടിരുന്നത്. ക്രൗഡ് ടീം ആൻഡ് T ഗോഡ് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഫിനിക്സ് ടീമൊക്കെ അവിടെ ഓക്കെ, പോച്ചിങ് ഏരിയയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഫിനിക്സ് ലോക്കി ആദ്യം തന്നെ റെഡ് വേഡറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് ലോക്കി ആദ്യം തന്നെ ഫൈറ്റ് കൊടുക്കുന്നു. നമ്മുടെ വെഡിസ്കി ഒക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഫിനിക്സിലെ റെഡ് വേഡറിന്റെ കിൽ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഫ്യൂരീസിലെ മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. ഫ്യൂരീസിലെ മെമ്പേഴ്സിനെ ആദ്യം തന്നെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട് ഫിനിക്സ് ലോക്കി. അതോടൊപ്പം തന്നെ ഫിനിക്സ് വിക്ക് ഒക്കെ അവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ട്. ഫിനിക്സ് വിക്ക് ആൻഡ് ഫ്യൂരീസിലെ വെഡിസ്കി തമ്മിലുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും ഓൺ ആവാൻ ചാൻസ് ഉണ്ട്. നോക്കിയിരിക്കുകയാണ്. അപ്പോൾ വെഡിസ്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കാണ്. വെഡിസ്കി ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന അനുസരിച്ച് ഊസി വെച്ചുള്ള സ്പ്രേ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ ഫിനിക്സ് മെമ്പേഴ്സ്. അപ്പോൾ വൈപ്പർ സർ വാഷ്ണവേഴ്സ് വെൽക്കം ടു സ്ട്രീം. അപ്പോൾ നമ്മുടെ ഫ്യൂരീസിനെ മെമ്പേഴ്സിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഫ്യൂരീസ് വെഡിസ്കി അവിടെ വാതിൽ തുറക്കാനായിട്ട് റെട്ടി നിൽക്കുകയാണ്. വെഡിസ്കി ഇതെല്ലാം കണ്ടിട്ട് വെച്ചിട്ടുണ്ടെന്ന്. വെഡിസ്കി എനിക്ക് വിക്കിനെ കണ്ടു വെച്ചേക്കാണ്. അപ്പോൾ വിക്ക് അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും വെഡിസ്കി ആൻഡ് വിക്ക് തമ്മിലുള്ള മനോഹരമായ ആശയ പോരാട്ടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മനോഹരമായിട്ട് തന്നെ നിൽക്കുന്നു. വിക്ക് അവിടെ പതുക്കെ മാറുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറി പോകുന്നതനുസരിച്ച് നമ്മുടെ റൊട്ടേഷൻ കണക്കനുസരിച്ച് ഫൈറ്റ് കൊടുക്കാനുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും വിക്ക് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. വെഡിസ്കി അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. രണ്ടുപേരും അവിടെ തച്ചം നിൽക്കുന്നു. അപ്പോൾ നോക്കാം വേറെ ആരെങ്കിലും തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടെന്ന്. തൊട്ടടുത്ത് തന്നെ ഗാലക്സി ടീമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിസ്റ്റിലെ പ്ലേയേഴ്സ് അവിടെ പതുക്കെ ഹോഡിലെ പ്ലേയേഴ്സ് ആണെന്ന് തോന്നുന്നു. യെസ്, ഹോഡിലെ പ്ലേയേഴ്സ് അവിടെ പതുക്കെ കയറി വരുന്നുണ്ട്. ഫ്യൂരീസിലെ ബാക്കി പ്ലേയേഴ്സുമായിട്ടുള്ള ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. വെഡിസ്കി ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഫിനിക്സ് മെമ്പേഴ്സ് എല്ലാം കൂടെ കയറി വരുന്നുണ്ട്. വെഡിസ്കിയുടെ അടുത്തേക്കാണ് ഫ്യൂരീസിലെ മെമ്പേഴ്സിനെ അടുത്ത് വെഡിസ്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫിനിക്സിന്റെ ഒരു അറ്റാക്കിംഗ് പോരാട്ടമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഫിനിക്സ് ആദ്യം തന്നെ നമ്മുടെ 2 കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഫ്യൂരീസിലെ 2 പ്ലേയേഴ്സിനെയാണ് അവിടെ നിന്ന് മാറ്റി പറഞ്ഞു വിട്ടത്. അപ്പോൾ DVP ടീം RKC ടീം എല്ലാം നോർ പവർ ഏരിയയിൽ നിൽക്കുമ്പോൾ ടീം
ഇൻസെക്ട് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ടീം ഇൻസെക്ട് തൊട്ടടുത്ത് നിൽക്കുന്നത്. ടോക്സിക് ബോൾട്ട് ആൻഡ് വിസാർഡ് തൊട്ടടുത്ത് കാണുന്നത്. ഫ്രീസ്റ്റ് അവിടെ ഫ്യൂരീസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോ അവിടെ സെർജി ഫ്യൂരീസിനെ അവിടെ കിൽ അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂരീസിന് ഓരോരോ പ്ലേയേഴ്സിനെ ആയിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാസി ഫ്യൂരീസ് മാത്രമേ ഉള്ളൂ. ബാസിക്കാണെങ്കിൽ അവിടെ യൂസ് വെച്ച് നിൽക്കുന്നേ ഉള്ളൂ. ബാസി ഫ്യൂരീസ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ എന്താകും സ്ഥിതി നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് SGS ടീം ആൻഡ് SOS ടീം തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. മിസ്റ്റിലെ പ്ലേയേഴ്സ് അവിടെ അടിക്കുന്നുണ്ട്. SGS ടീമിൻ്റെ അടുത്താണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. SGS ടീമിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകട്ടെ. SGS കോൺകറർ ഒരു കോണിക്കൂടെ ഓടിക്കൊണ്ടിരിപ്പുണ്ട്. ബാക്കി SGS ബീസ്റ്റിനെ ഓൾറെഡി അവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. SGS ജോക്കറൊക്കെ അവിടെ ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. ജോക്കറൊക്കെ അവിടെ ഫയറിംഗ് കൊടുക്കുന്നതെന്ന് നോക്കട്ടെ. ജോക്കറിൻ്റെ അടുത്തേക്ക് എത്താൻ എന്തായാലും സി പാർട്ടിൻ്റെ അടുത്തായിട്ടുണ്ട്. SGS ഡേവിഡ് എല്ലാം കൂടെ നമ്മുടെ SOS ഫാൻറ്റത്തിനെ SOS ഡാർക്ക് സോളിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. SOS ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ വൈപ്പ് ചെയ്തേക്കുന്നതായിട്ട് കാണാം. ഫിനിക്സ് നൂവോയുടെ അവിടെ ഗാലക്സി ഇൻവേർട്ടറിനെ ഡൗൺ ചെയ്യുന്നു. ഫിനിക്സ് മെമ്പേഴ്സ് വേറൊരു മിഷനിൽ തന്നെയാണെന്ന് തോന്നുന്നു. മൂന്നാമത്തെ കില്ലാണ് അവിടെ ഡൗൺ ചെയ്തേക്കുന്നത്. ഗാലക്സി കൊറോണനെ അവിടെ തൊട്ടടുത്ത് കാണുന്നുണ്ട്. നോവ അവിടെ ബാസി ഫ്യൂരീസിന്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഗാലക്സി ടീം മെമ്പേഴ്സിനെ അവിടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഫിനിക്സിലെ മെമ്പേഴ്സ് ഏത് നിമിഷം വേണമെങ്കിലും ഗാലക്സി മെമ്പേഴ്സ് ഫർഹാനെ അവിടെ സ്പോട്ട് ചെയ്ത് സ്പ്രേ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു നേട് അവിടെ ഗാലക്സി ഫർഹാൻ അവിടെ ബാക്കിലോട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സ് മെമ്പേഴ്സ് ആൻഡ് ഗാലക്സി തമ്മിലുള്ള ഫൈറ്റ് ആണ് ഇപ്പോൾ ഓൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ടീമിന് അവിടെ അല്പം ഹെൽത്ത് ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ തന്നെയും ഗാലക്സി ടീം മെമ്പേഴ്സുമായിട്ട് അടുത്തേക്ക് ഫൈറ്റ് ആണ് നടന്നത്. ടീമിന്റെ മനോഹരമായ നേടിൽ അവിടെ ഗാലക്സി ഫർഹാൻ ഡൗൺ ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിനിക്സ് മെമ്പേഴ്സ്. അവിടെ ഗാലക്സി ലോക്കി ആൻഡ് നമ്മുടെ ഫിനിക്സ് ലോക്കി ആൻഡ് കൊറോണ അവിടെ നിൽക്കുന്നുള്ളൂ. ഡീമൻ ലോക്കി എന്നിവർ അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കും. ഗാലക്സി ഫർഹാനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറോണയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ലോക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ഡീമിനെ അവിടെ ഡൗൺ ചെയ്തു. കൊറോണയുടെ മനോഹരമായ സ്പ്രേ. അപ്പോൾ ഡീമിനെ അവിടെ ആദ്യം തന്നെ നഷ്ടപ്പെട്ടു. ഡീമൻ ആൻഡ് ലോക്കിനെ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ന്യൂബ് അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട്. ഡ്രാക്കുല അവിടെ കയറി ചെന്നിട്ടുണ്ട്. ഡ്രാക്കുല ആൻഡ് ന്യൂബ് തമ്മിലുള്ള ഫൈറ്റ്. ന്യൂബ് അവിടെ ഡ്രാക്കുലാനെ ഡൗൺ ചെയ്തു. കൊറോണനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാലക്സി ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സ് വിക്ക് അവിടെ ഡൗൺ ആയിരുന്നു. വിക്കിനെ അവിടെ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഫിനിക്സ് വിക്കിന്റെ അടുത്തേക്ക് പോകുന്നതായിരിക്കും ന്യൂബ് വൈറ്റി. അപ്പം ബാക്കി റിവൈവലെല്ലാം കളഞ്ഞിട്ട് കയറി വന്നതാണ്. അപ്പം ആദ്യം തന്നെ 6 കിൽ ഫിനിക്സ് ടീം അവിടെ സെക്യൂർ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റിലെ മനോഹരമായ ഫൈറ്റിലൂടെ 6 കിൽ അവിടെ സെക്യൂർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഡെഡ്ലി ടീമിൻ്റെ അടുത്തേക്ക് പോകാൻ ഡെഡ്ലി ടീമിൻ്റെ അടുത്ത് വേറെ ആരെയും കാണുന്നില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെ മനോഹരമായ ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. AK ടീം ഈ പ്രാവശ്യം എവിടെ പോയേക്കുന്നത് എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. AKയിലെ മെമ്പേഴ്സിനെ AK ആർമി ഇവിടെ എത്തിയിട്ടുണ്ട്. AK ആർമിക്ക് സപ്പോർട്ടുമായിട്ട് നമ്മൾ AK മെമ്പേഴ്സ് അവിടെ നോക്കാം. അപ്പം AK മെമ്പേഴ്സ് അവിടെ ആദ്യം തന്നെ ഫ്ലെയർ ഒക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. AK ഹരി JJM മിനി ആൻഡ് നമ്മുടെ മെൽബിയാണ് ഓടി നടക്കുന്നത്. വാട്ടർ സിറ്റി ഏരിയയിലാണ് നിൽക്കുന്നത് ആശാന്മാർ. എന്തായാലും തൽക്കാലത്തേക്ക് മനോഹരമായിട്ട് ഫയറിങ് കാര്യങ്ങളോ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റാങ്കോ ടീം അവിടെ SGS ഡേവിഡിനെ അവിടെ കൺഫേം ചെയ്യുന്നു. SGS ടീമിലെ ഒരു മെമ്പറിനെ അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. SGS ഡേവിഡിന്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. റാങ്കോ ചാർലി അവിടെ 2 കില്ല്, റാങ്കോ ആൽഫ അവിടെ 1 കില്ലൊക്കെ എടുത്ത് SGS ടീമിനെ എനിക്കൊന്ന് വൈപ്പ് ചെയ്തേക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ജസ്റ്റ് പോകാം. നമ്മുടെ SGS ടീമിനെ അവിടെ വൈപ്പ് ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്യൂരിസ് ടീം അവിടെ വൈപ്പ് ആയിട്ടുണ്ട്. ഗാലക്സി ടീം അവിടെ വൈപ്പ് ആയിട്ടുണ്ട്. SOS അവിടെ വൈപ്പ് ആയിട്ടുണ്ട്. ഫിനിക്സിൽ 2 മെമ്പേഴ്സും അവിടെ വൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ കട്ട ഫൈറ്റ് ആയിരുന്നു ആദ്യം നടന്നിരുന്നത്. 0 റെസ്പെക്റ്റിലെ ഡെയറിനൊക്കെ അവിടെ ഓടി നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ടോക്സിക് ടീം അവിടെ റസോക്ക് ഏരിയയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫിനിക്സ് ആൻഡ് ഇനി നമ്മുടെ ഹോഡിലെ പ്ലേയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് അവിടെ കട്ടയ്ക്ക് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം പെട്ടികളെല്ലാം ലൂട്ട് കഴിഞ്ഞിട്ട് ഫിനിക്സ് വിക്ക് ആൻഡ് ന്യൂബ് വൈറ്റി അവിടെ ഓടി നടക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ അവരുടെ അടുത്ത് തന്നെ നമ്മുടെ ബാക്കി പ്രീസ്റ്റ് ഗോസ്റ്റ് എന്നിവരുണ്ട്. അപ്പം ഇവരെ ഇവിടെ സ്പോട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നോ ഒക്കെ ആണെങ്കിൽ കറക്റ്റ് തട്ടുംപുറത്തിന് അടുത്തായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗോസ്റ്റ് ഒക്കെ അവിടെ ഹോൾഡ് ചെയ്യുന്നു ഫിനിക്സ് മെമ്പേഴ്സ്. അടുത്ത നോക്കാം അടുത്ത ഫൈറ്റുകൾ എവിടെയെങ്കിലും നടക്കാൻ. റേറ്റ് ടീമിനെ ഒന്ന് നോക്കിയേക്കാം. റേറ്റ് ടീമിനെ നോക്കുകയാണെങ്കിൽ റേറ്റിന് വേണ്ടി മാക് വെനം ആൻഡ് ടെർമിനേറ്റർ ഹീസി എന്നിവരാണ് റേറ്റ് ടീമിന് വേണ്ടി അവിടെ കയറിയേക്കുന്നത്. റേറ്റ് മനോഹരമായിട്ട് തന്നെ പോരാട്ട് DP ഒക്കെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കാണ്ട് വേണ്ടി. DP ഒക്കെ മാർക്ക് ചെയ്ത് സെറ്റായിട്ട് നടക്കുന്നുണ്ട്. ടെർമിനേറ്റർ റേറ്റ് ഹീസി എല്ലാം. അടുത്ത നോക്കാം ഡാർക്ക് ഗൺസിലെ പ്ലേയേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഡാർക്ക് ഗൺസ് 47 കില്ലർ ഫാൻറ്റം ആൻഡ് ഏക്കനാണ് ഡാർക്ക് ഗൺസിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അവരെല്ലാം അവിടെ ജോർജ് പൂൾ സിറ്റി ഏരിയയിൽ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പം വലിയ വെല്ലുവിളികളും കാര്യങ്ങളൊന്നും അവർക്കുമില്ല. അവരും അവിടെ ഓടി നടപ്പാണ് കാര്യങ്ങൾ. ടീഗോഡ് ടീമിനെ നോക്കാൻ നമ്മുടെ പോയിന്റ് ടോപ്പേഴ്സ് ടീഗോഡ് ടീമിനെ നോക്കുകയാണെങ്കിൽ ടീഗോഡിന്റെ പിങ്ക് മാൻ ആൻഡ് സ്മോക്കി അവിടെ ഓടി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടീഗോഡ് കിങ് ഇൻസെയിൻ എന്നിവരും അവർക്കൊപ്പം തന്നെ ഉണ്ട്. ടീഗോഡ് സ്മോക്കിയുടെ മനോഹരമായ പ്രകടനം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. എന്തായാലും മനോഹരമായിരുന്നു. അപ്പോൾ ക്രൗഡ് ടീം മെമ്പേഴ്സിനെ നോക്കാം. ക്രൗഡിലെ മെമ്പേഴ്സ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ക്രൗഡിലെ സ്മോക്കിംഗ് സ്കൗട്ട് വൈപ്പർ ആൻഡ് സ്പൈഡർ എല്ലാം അവിടെ കൂടി നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫൈറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഫിനിക്സ് നൂബുവായിട്ട് അവിടെ ഫ്രീസിനെ അവിടെ ഡൗൺ ചെയ്യുന്നുണ്ട്. ടോക്സിക് ഹസാർഡ് അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിനിക്സ് നൂബുവായിട്ട് അവിടെ ഇപ്പോഴും നല്ല ഫയറിംഗ് ആണ്. ഫിനിക്സ് വിക്കിനെ അവിടെ നോവ AKM വെച്ച് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സ് നൂബുവായിറ്റിയുടെ മനോഹരമായ പോരാട്ടം. അടുത്ത നോ ആൻഡ് ഫിനിക്സ് നൂവും തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ നോവനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഫിനിക്സ് മെമ്പേഴ്സ് അവിടെ 9 കില്ല് എടുത്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നോവയുടെ കില്ല് അവിടെ കൺഫേം ചെയ്യുന്നു ഫിനിക്സ് നൂബുവായിറ്റി. അപ്പോഴത്തേക്ക് പോച്ചിങ്കി തൂത്തുവാരിയപ്പോഴത്തേക്ക് ശേഷിക്കുന്നത് ഒരു മെമ്പർ മാത്രം ഫിനിക്സിന്റെ. അപ്പോൾ ബാക്കി 3 മെമ്പേഴ്സിനെ അവർക്ക്
നഷ്ടപ്പെട്ടില്ല. മനോഹരമായ പോരാട്ടത്തിലൂടെ 9 കില്ലാണ് ഫിനിക്സ് ടീം മെമ്പേഴ്സ് അവിടെ സെക്യൂർ ചെയ്തേക്കുന്നത്. അപ്പോൾ മനോഹരമായിട്ട് തന്നെ ആദ്യത്തെ പോരാട്ടം അവിടെ കഴിഞ്ഞിരിക്കുമ്പോൾ റാങ്കോ ടീമിനെ നോക്കാം. റാങ്കോ ടീം തൊട്ടടുത്ത് ഡെഡ്ലി ടീമിൻ്റെ അടുത്തൂടെയാണ് പാസ് ഓൺ ചെയ്തു പോകുന്നത്. ഡെഡ്ലി ടീം ഇതൊന്നും കാണാതെ നിൽക്കാൻ തോന്നുന്നു. അപ്പോൾ എന്തായാലും ഫയറിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ റൊട്ടേറ്റ് ചെയ്ത് റാങ്കോ ടീം അവിടെ കയറി ചെല്ലുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ലോങ് റൊട്ടേഷനൊക്കെ എടുത്ത് എനിക്ക് തോന്നുന്നു ഡ്രോപ്പ് ഒക്കെ എടുക്കാനായിട്ടുള്ള സെറ്റപ്പ് ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് കമൻറ്റുകളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഗായ്സ് എനിക്ക് കമന്റുകളും കാര്യങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. ഒന്നുകൂടെ ഒന്ന് ഇത് ചെയ്തപ്പോഴാണ് മൊത്തത്തിൽ ഒന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ ടോക്സിക് ടീം ആൻഡ് AK തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. ടോക്സിക് ടീം ആൻഡ് AKയുടെ ഫൈറ്റിലേക്ക് പോകാൻ നമ്മുടെ AK ടീമിന് ഒരു മെമ്പറിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. AKയിലെ JJM അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി മെമ്പേഴ്സൊക്കെ എന്ത് ചെയ്ത് നോക്കാം. ഹരിയൊക്കെ അവിടെ നിൽക്കുന്നത്. ഹരി ആൻഡ് മെൽവിൻ്റെ അടുത്തേക്ക് ടോക്സിക് ബോൾട്ട് അവിടെ കയറി വരുന്നു. ബോൾട്ടിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. വിനിയുടെ മനോഹരമായ M249 സ്പ്രേ. ഹരി അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരിയുടെ അടുത്തേക്ക് ഫയറിംഗ്. ഹരിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്യുന്നു. ടോക്സിക് വിസാർഡ് ഹരിയുടെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. AK ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുക. AKയിലെ മെൽവി അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. മെൽവിയുടെ അടുത്തേക്ക് ആൽഫ കയറി ചെല്ലുന്നുണ്ട്. മെൽവിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ടോക്സിക് ആൽഫ ഒരേ പോരാട്ടമാണ് മെൽവിയുടെ അടുത്തേക്ക് കയറി ചെല്ലാനായിട്ട്. അപ്പം എന്തായാലും മിനി അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ മെൽവിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. TP പേടിക്കാൻ നിൽക്കും. പക്ഷേ മരത്തിന്റെ കവറിലായി പോയി മെൽവിയുടെ മനോഹരമായ കൗണ്ടർ അറ്റാക്ക്. അതോടുകൂടി ടോക്സിക് ആൽഫ അവിടെ ഡൗൺ ആയിരുന്നു. ടോക്സിക്കിന് വേണ്ടി ശേഷിക്കുന്ന വിസാർഡ് മാത്രം. അപ്പോൾ ടോക്സിക് നമ്മുടെ മെൽവി അവിടെ എന്തായാലും കയറി ഇൻസ്റ്റന്റ് ആയിട്ട് കില്ല് ചെയ്യുമെന്നുള്ള കൺഫേം ആയിട്ടുണ്ട്. ടോക്സിക് വിസാർഡ് തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. വിനി അവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ അടുത്തായിട്ട് ഒരു നേട് മനോഹരമായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് നേട് എടുത്ത് പാടെ തന്നെ നമ്മുടെ വിസാർഡ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് വിസാർഡിന്റെ അടുത്ത് നേട് പൊട്ടിയെങ്കിലും നല്ല ഡാമേജും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. AK വിനി ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് വിസാർഡിന്റെ അടുത്ത്. വിസാർഡിനെ സ്പോട്ട് ചെയ്ത് 2 കോണിക്കൂടെ 2 പേര് നേട് എറിയുമായിരുന്നു. മനോഹരമായ കാഴ്ച അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും AK ടീം മെമ്പേഴ്സ് അവിടെ ഫൈറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടോക്സിക് ബോൾട്ടിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. AK വിനി എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് റീലോഡ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ എന്തായാലും വിസാർഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിസാർഡ് അവിടെ കവറിൽ എത്തിയേക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിസാർഡുമായിട്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു ഫൈറ്റ് നടക്കാം. ടോക്സിക് ടീമിലെ വിസാർഡ് മാത്രം ശ്രമിക്കുന്നു. AK ടീമിലെ അവിടെ മെൽവി ആൻഡ് വിനി മാത്രം ശ്രമിക്കുന്നു. അപ്പോൾ JJനെയും ബാക്കി ഒരു മെമ്പറിനെ അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ എന്തായാലും ഹരിയും JJM ആൻഡ് ഹരിനെ അവിടെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എനിക്ക് കമൻറ്റ് ഇവിടെ യൂട്യൂബിൻ്റെ ചെറിയൊരു ഗ്ലിച്ച് ഇവിടെ കാണുന്നുണ്ടായിരുന്നു. കമൻറ്റുകളൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട് ആദ്യത്തെ കുറച്ച്. അപ്പോൾ എവിടെ വരെയായിരുന്നു? പോച്ചിങ് അടിയാവും അത് പറയുന്നുണ്ട്. എനിവേ മെൽവി ജഗന്നാഥ് കമൻസ് ഒന്നും ലോഡ് ആവുന്നില്ലല്ലോ, എന്താണ് എന്നറിയത്തില്ല. എനിവേ അപ്പോൾ ടീഗോട്ട് ടീം മെമ്പേഴ്സ് പതുക്കെ ഗാഡ് കാർ റീജിയനിൽ എത്തിയിട്ടുണ്ട്. ടീഗോട്ടിൻ്റെ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നവർക്ക് ടീഗോട്ട് കിങ്, പിങ്ക് മാൻ, സ്മോക്കി, ഇൻസൈൻ എന്നിവരെ അവിടെ ഗാഡ് കാർ റീജിയനിൽ എത്തിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ സീറോ റെസ്പെക്റ്റിലെ പ്ലേയേഴ്സിനെ നോക്കാം. സീറോ റെസ്പെക്റ്റിലെ പ്ലേയേഴ്സ് ബ്ലാക്ക് റീപ്പർ ആൻഡ് സെയിൻ്റ് അവിടെ മിൽട്ട ഏരിയയിലാണ് ഓടി നടക്കുന്നത്. മിൽട്ട ഏരിയ സ്വന്തമായിട്ട് വെച്ചിട്ടുണ്ടെന്ന് മിൽട്ട ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് കൈയടക്കി വെച്ചേക്കാണ് മെമ്പേഴ്സ്. നമ്മുടെ മിസ്റ്റിലെ പ്ലേയേഴ്സ് അവിടെ മിൽട്ട പവർ റീജിയനിലായിട്ട് ഓടി സ്പ്രെഡ് ആയിട്ട് നിൽപ്പുണ്ട്. ക്ലൗൺ വീച്ചർ, ടൊർണാഡോ വൈറ്റി ആൻഡ് നമ്മുടെ സോഡിയാക്കാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കട്ട ഫൈറ്റിംഗ് അവിടെ ഓൺ ആയിരുന്നു. ഇപ്പോൾ സീറോ റെസ്പെക്ട് പ്ലേയേഴ്സ് പതുക്കെ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിച്ചറിൻ്റെ അടുത്തേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിച്ചറിനെ ഏത് നിമിഷം വേണമെങ്കിലും സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വിച്ചർ ഇവരുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട്. വിച്ചറിനെ നോക്കട്ടെ. വിച്ചർ ഒരു വണ്ടിയൊക്കെ എടുത്ത് തൊട്ടടുത്തോടെ മാറുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവിടെ നിന്ന് റൊട്ടേറ്റ് എടുത്തിട്ടുണ്ട്. വിച്ചർ അവിടെ വണ്ടി എടുത്ത് മാറിയിട്ടുണ്ട്. സീറോ റെസ്പെക്റ്റിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ എന്തായാലും അവിടെ നിന്ന് മാറിപ്പോയി. RKC ടീം ആൻഡ് DVPയുടെ ഉണ്ടായിരുന്നല്ലോ. DVP ടീം ഉണ്ട്. DVP ടീം മെമ്പേഴ്സ് ഷെൽട്ടർ ഏരിയയിലെത്തിയിട്ടുണ്ട്. DVP ടീം മെമ്പേഴ്സ് അവിടെ റൊട്ടേറ്റ് ചെയ്ത് ആദ്യം തന്നെ ഷെൽട്ടർ, ഹബീബി, ബാബയാഗ, അതോടൊപ്പം തന്നെ ഷാഡോ എന്നിവർ അവിടെ ഷെൽട്ടർ ഏരിയയിലാണ് എത്തിയേക്കുന്നത്. അവിടെ നമ്മുടെ പ്രിസൺ തൊട്ടപ്പുറത്തുള്ള കോമ്പൗണ്ടിൽ നിൽക്കുകയാണ് ആശാമാർ. അവിടെ നിന്ന് മാൻഷൻ ഏരിയയിലോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ. എനിവേ അപ്പം സോണിൻ്റെ എഡ്ജോട് എഡ്ജ് ചേർന്ന് കളിക്കാനുള്ള പ്ലാനിലാണ്. അപ്പം ന്യൂബ് വൈറ്റി അവിടെ പതുക്കെ ഫ്ലെയർ ഒക്കെ വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ന്യൂബിന് ഫ്ലെയർ ഒക്കെ അടിച്ചിട്ടുണ്ട്. FEK ടീം മെമ്പേഴ്സ് എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ന്യൂബ് ഒറ്റയ്ക്ക് അവിടെ പോച്ചിങ് ഏരിയയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഫിനിക്സ് 25 എന്ന് പറയുന്നുണ്ട്. എന്തായാലും 9 കിലൊക്കെ എടുത്ത് സെക്യൂർ ആയിട്ട് നിൽക്കുകയാണ് ഫിനിക്സ് ടീം മെമ്പേഴ്സ്. അവിടെ മനോഹരമായ പോരാട്ടമായിരുന്നു നമുക്ക് കണ്ട. ന്യൂബിൻ്റെ 5 കിലോട് കൂടിയ പോരാട്ടം. അവർ തൊട്ടടുത്ത് ഫ്ലെയർ ഒക്കെ അടിച്ചിട്ടുണ്ട്. FEK ടീം മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു തൊട്ടടുത്ത് ഫ്ലെയർ ഒക്കെ അടിച്ച് നിൽപ്പുണ്ട് പോച്ചിങ് ഏരിയയിൽ. നമ്മുടെ ഒരു ഡ്രോപ്പ് വന്നേക്കുന്ന കണ്ടു വെച്ചിട്ടുണ്ട്. ഫിനിക്സ് ന്യൂബ് വൈറ്റിനെ ഏത് സമയത്തും സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജാക്കൊക്കെ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ പിങ്ക് മാൻ അവിടെ
അവിടെ ടീ ഗോഡ് ടീം മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. ടീ ഗോഡ് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ ടീ ഗോഡുമായിട്ടുള്ള ഒരു ഫൈറ്റ് അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. ടീ ഗോഡ് മെമ്പേഴ്സ് അവിടെ നിന്ന് ഫയർ കൊടുത്തു. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ടീ ഗോഡ് മെമ്പേഴ്സ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. വന്ന പാടെ തന്നെ ഫയറിംഗ് അവിടെ ടീ ഗോഡ് കിങ്ങിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഈ ടർബോ അവിടെ ഡൗൺ ചെയ്തു. ഈ ടർബോനെ ടീ ഗോഡ് ഇൻസൈൻ അവിടെ ഡൗൺ ചെയ്തു. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവിടെ പോരാട്ടങ്ങൾ അവിടെ ഓണാണ്. എന്തായാലും കട്ടയ്ക്ക് സ്മോക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് FEK മെമ്പർ പിങ്ക് മാൻ മാത്രം ടീ ഗോഡിന് വേണ്ടി പിങ്ക് മാനെ അവിടെ സ്പോട്ട് ചെയ്ത് FEK ജാക്ക് ഫയർ കൊടുക്കുന്നുണ്ട്. ജാക്ക് ആൻഡ് പിങ്ക് മാൻ തമ്മിലുള്ള പോരാട്ടം ടീ ഗോഡ് ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേസമയം ഫിനിക്സിലെ ന്യൂബ് വൈറ്റി അവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പം ന്യൂബ് വൈറ്റ് ഇതെല്ലാം കണ്ട് എനിക്കൊന്ന് ഫ്ലെയർ ഒക്കെ എടുക്കാനായിട്ട് ഈ സമയം വിനിയോഗിക്കുന്നുണ്ട്. FEK ടീം മെമ്പേഴ്സ് അവർ പരസ്പരം റിവൈവ് ചെയ്യാനായിട്ട് പോസിബിൾ ശ്രമങ്ങളൊക്കെ അവിടെ നടത്തും എന്ന് വിശ്വസിക്കുന്നു. FEK ടീം മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ടീം AKയുടെ ഫൈറ്റ് എന്തായെന്ന് നോക്കാം. ടീം AKയിലെ മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് വിജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഫൈറ്റിൽ 3 കില്ലൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽപ്പുണ്ട്. യെസ്, AK ടീം മെമ്പേഴ്സ് അവിടെ വിജയിച്ചിട്ടുണ്ട് ആ ഫൈറ്റിൽ. DQ ടീം മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് പതുക്കെ എത്തിയിട്ടുണ്ട്. DQ ടീം മെമ്പേഴ്സ് ഇവരുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. DQ ടീം മെമ്പേഴ്സ് ആൻഡ് FEK തമ്മിലുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും ഓടാൻ. DQയിലെ 2 മെമ്പേഴ്സ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അവർ സ്കൗട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. മെമ്പേഴ്സ് ഒക്കെ എത്ര പേരുണ്ടെന്നുള്ള സ്കൗട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. DQ കില്ലർ ആൻഡ് ഏക്കൺ OP അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കയറി ചെല്ലുന്നുണ്ട്. അടുത്ത വർഷം DQന്റെ ആണ്. DQ ടീം മെമ്പേഴ്സ് അവിടെ കയറി ചെന്നിട്ടുണ്ട്. DQ ടീം മെമ്പേഴ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് ഫയറിംഗ് അവിടെ കൊടുക്കുന്നുണ്ട്. FEK മെമ്പേഴ്സിന്റെ അടുത്ത് DQ ഫാൻറ്റം 47 2 കോണിക്കൂടുള്ള കവറിംഗ് ആണ്. DQ ആറ്റത്തിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ഓക്കെ, ഏക്കനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. DQ ഏക്കൻ അവിടെ FEK പ്ലേയേഴ്സ് മനോഹരമായിട്ടുള്ള പോരാട്ടമാണ്. DQ 47 FEK ജോക്കറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. FEKയിലെ ജാക്ക് മാത്രം ശേഷിക്കുന്നു. ജാക്കിന്റെ അടുത്തേക്ക് കയറി വരുന്നത് ന്യൂബ് വൈറ്റി അവിടെ മാക്സിമം തേർഡ് പാർട്ടി അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. DQ 47 ന്യൂബ് വൈറ്റി അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ന്യൂബ് കിൽ കൺഫേം ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ തന്നെ DQ കില്ലർ അവിടെ പതുക്കെ കയറി ചെല്ലുന്നുണ്ട്. FEK ജാക്ക് അവിടെ ജോക്കറിനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. DQ കില്ലർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നു. തൊട്ടടുത്ത് നേടുകളും കാര്യങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ DQ കില്ലർ വേറെ ആംഗിൾ ഫോം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ന്യൂബ് വൈറ്റ് ഇത് കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. യെസ്, ന്യൂബ് അത് കണ്ടിട്ടുണ്ട്. DQ കില്ലറിനെ തേർഡ് പാർട്ടി അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ DQ കില്ലർ അവിടെ നിന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. കില്ലർ അവിടെ നേടൊക്കെ എറിയാൻ സെറ്റായിട്ട് നിൽക്കുകയായിരുന്നു, പക്ഷേ നടന്നില്ല. അപ്പോൾ സ്മോക്ക് ഒക്കെ ഇട്ട് പതുക്കെ കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. ഫാൻറ്റം അല്ല 47 അവിടെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. സ്മോക്കുകളൊക്കെ ഇട്ട് അപ്പോൾ FEK ടീം മെമ്പേഴ്സ് അവിടെ ഫൈറ്റിംഗ് ആയിരുന്നു. FEK മെമ്പേഴ്സ് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. FEK ജോക്കർ ആൻഡ് ജാക്ക് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. DQ കില്ലർ പതുക്കെ അവിടെ സ്മോക്ക് ഇട്ട് കയറി ചെന്നിട്ടുണ്ട് നമ്മുടെ ഫാൻറ്റത്തിനെ റിവൈവ് ചെയ്യാനായിട്ട്. പക്ഷേ FEK ജാക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പുണ്ട്. തൊട്ടടുത്ത് മോളി ഒരു മനോഹരമായിട്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആശാമാർ വരാതിരിക്കാനുള്ള മോളിയായിരുന്നെന്ന് തോന്നുന്നു. FEK ജോക്കറൊക്കെ തൊട്ടടുത്തുണ്ട്. ന്യൂബ് വൈറ്റ് ഒരു കോണി കൂടെ തട്ട ഫയറിംഗ് അവിടെ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ FEK ജോക്കറിനെ ഏത് നിമിഷം വേണമെങ്കിലും സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. FEK ജോക്കറിനെതിരെ അവിടെ സ്പ്രേ കൊടുത്തിട്ടുണ്ടായിരുന്നു. മനോഹരമായിട്ടുള്ള ഡേയിലൂടെ DQ 47 വീണ്ടും അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കില്ലർ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഫാൻറ്റത്തിന് റിവൈവ് ചെയ്യാനായിട്ടുള്ള ശ്രമം തോന്നുന്നു. ഫാൻറ്റത്തിന്റെ അടുത്തേക്ക് കയറി ചെല്ലാന്നിരിക്കുക. കില്ലർ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കയറി ചെന്നുകൊണ്ടിരിക്കുന്നത് FEK ജോക്കറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. FEK ജോക്കർ അവിടെ ഡൗൺ ആയപ്പോൾ തന്നെ നമ്മുടെ എന്തായാലും FEK DQ കില്ലറിനെ കൂടെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ന്യൂബ് വൈറ്റി അവിടെ അതിന്റെ ഇടയ്ക്ക് ഒരു കില്ല് കൺഫേം ചെയ്തായിരുന്നു. അപ്പോൾ 10 കില്ലോട് കൂടി ഫിനിക്സ് ടീം അവിടെ നിൽപ്പുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ FEK മെമ്പേഴ്സ് 2 പേര് മാത്രമാണ്. ജാക്ക് ആൻഡ് ജോക്കർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഹെൽത്ത് എടുത്ത് ശേഷിക്കുന്നേ ഉള്ളൂ. ന്യൂബ് വൈറ്റി 6 കില്ലെടുത്ത് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും മനോഹരമായ പോരാട്ടങ്ങൾ അവിടെ മനോഹരമായിട്ട് നടന്നു. 2 പോരാട്ടങ്ങളാണ് അവിടെ നടന്നത് ഇൻസ്റ്റന്റ് ആയിട്ട്. AK ടീം മെമ്പേഴ്സ് ആൻഡ് ടെർമിനേറ്റർ റേറ്റിലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. AKയിലെ മെൽവി ഒരു മെമ്പർ ടെർമിനേറ്ററിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടെർമിനേറ്ററിന്റെ കില്ല് അവിടെ കൺഫേം ചെയ്തു ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ. റേറ്റിലെ മെമ്പേഴ്സ് അവിടെ പകരം വീട്ടാൻ നിൽക്കാതിരിക്കത്തില്ല. റേറ്റിലെ മെമ്പേഴ്സ് പതുക്കെ കയറി വരുന്നുണ്ട്. റേറ്റ് ഹീസി വെനം ആൻഡ് മാക്ക് അവിടെ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും കാണാം. AK ടീമുമായിട്ടുള്ള ഒരു പൊരിഞ്ഞ ഫൈറ്റ് അവിടെ റേറ്റ് ടീം നടത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡെഡ്ലി ടീം അവിടെ ക്രൗഡുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പതുക്കെ അതിലോട്ടൂടെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ക്രൗഡിലെ ഒരു മെമ്പർ അവിടെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡെഡ്ലി ടീം മെമ്പേഴ്സ് പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ ഓപ്പണിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. പരസ്പരമുള്ള ഫൈറ്റ് നമ്മുടെ ക്രൗഡ് ടീം മെമ്പേഴ്സിന്റെ അടുത്തേക്ക് ഒരു നീഡ് തന്നു. എന്തായാലും ക്രൗഡിലെ വൈപ്പർ വൈറ്റിയുടെ അടുത്തേക്കാണ് നീഡ് തന്നത്. നമ്മുടെ ഹണ്ട് ലഡ്ലിനെ അതിൻ്റെ ഇടയ്ക്ക് റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു മെമ്പറിനെ ഡൗൺ ചെയ്യുകയും റിവൈവ് ചെയ്യുകയും എല്ലാം കൂടെ ചെയ്യാനുണ്ട്. ധനിൽ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ AKC അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രൗഡ് വൈപ്പർ വൈറ്റി അകത്തൂടെ കയറി വരാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ തൊട്ടടുത്തൂടെ ഡെഡ്ലി AKC അവിടെ ഒരു കോണിക്കൂടെ മാറി കയറി വരുന്നുണ്ട്. ക്രൗഡ് സ്മോക്കിങ്സ് ഇപ്പോഴും തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്താ ഡെഡ്ലി മെമ്പേഴ്സ് അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. സ്പൈഡർ അവിടെ റിവൈവ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് വണ്ടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഡെഡ്ലി AKC വേറൊരു ആംഗിൾ പിടിച്ച് കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. ഡെഡ്ലി AKC കയറി വരാൻ ശ്രമിക്കുമ്പോൾ എന്താകും സ്ഥിതി നോക്കട്ടെ. ക്രൗഡിലെ ബാക്കി മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നുള്ളൂ. ന്യൂബ് വൈറ്റിനെ അവിടെ നേട് വെച്ച് FEK ജാക്ക് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ നേടായിരുന്നു. എന്തായാലും FEK ജാക്ക് അവിടെ ന്യൂബ് വൈറ്റിനെ ഫിനിഷ് ചെയ്തു. എന്തായാലും ന്യൂബ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. മോഡ് സൈക്കോ വൈറ്റി വെൽക്കം ടു ദ സ്ട്രീം. താങ്ക് യു ബ്രോസ്. നോഡെക്സിന്റെ പ്ലേയേഴ്സിന് വളരെയധികം നന്ദി. അപ്പോൾ ഡെഡ്ലി ടീം മെമ്പേഴ്സ് ആൻഡ് നമ്മുടെ ക്രൗഡ് ടീം മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൗഡിലെ 3 സ്ക്രൈനിലെ സ്പൈഡറിനെ അവിടെ തൊട്ടടുത്ത് കാണാൻ സാധിച്ചു. ക്രൗഡ് സ്മോക്കിനെ അവിടെ തൊട്ടടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൗഡിലെ 3-4 മെമ്പേഴ്സ് അവിടെ ലൈവ് ആയിട്ടുണ്ട്. ധനിൽ അവിടെ ഒരു കോണിൽ നിൽക്കുന്നേ ഉള്ളൂ.
അപ്പോൾ ധനിൽ ഹണ്ട് എന്നിവർ അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ 3 പേര് 3 കോണിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പതുക്കെ സ്മോക്കിനൊക്കെ അവിടെ കയറി ചെല്ലാൻ ചാൻസ് ഉണ്ട്. ഹണ്ട് ഡെഡ്ലി വേറൊരു കോണിൽ കൂടെ റൊട്ടേറ്റ് ചെയ്ത് കയറി വരാൻ ശ്രമിക്കുക. എന്തായാലും AKCനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. AKCനെ അവിടെ ഡൗൺ ചെയ്തു. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ സ്മോക്കിങ് അവിടെ കില്ലും ചെയ്തിട്ടുണ്ട്. ക്രൗഡ് സ്കൗട്ട് ഒക്കെ അവിടെ നിൽക്കുന്നുള്ളൂ. വൈപ്പർ വൈറ്റി ഒക്കെ അവിടെ കയറി ചെല്ലാനുള്ള ഒരു കില്ല് അവിടെ കൺഫേം ചെയ്തതിന് ശേഷം അവിടെ പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹണ്ട് ഡെഡ്ലി ദൂരെ നിന്ന് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ധനിലിനെ അതൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ക്രൗഡ് സ്മോക്കിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഹണ്ട് ഡെഡ്ലി ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹണ്ട് ഡെഡ്ലി ഒരു കോണിക്കൂടെ ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഹണ്ടിന് നല്ല ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കയറി ചെല്ലുമ്പോൾ എന്താകും സ്ഥിതി എന്ന് അറിയത്തില്ല. ധനിൽ ഒരു കോണിൽ കൂടെയും ഹണ്ട് വേറൊരു കോണിൽ കൂടെയും കയറി ചെല്ലുവാണെങ്കിൽ അപ്പോൾ എന്തായാലും നേട് ഉണ്ടെങ്കിൽ മനോഹരമായിട്ട് തന്നെ പോരാട്ടം, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ഫൈറ്റ് അവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. റേറ്റ് ടീം മെമ്പേഴ്സ് ആൻഡ് AKയുടെ ഫൈറ്റ് എന്തായെന്ന് നോക്കാൻ രണ്ടുപേരും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. AK വിനി മെൽവി എന്നിവർ അവിടെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ധനിൽ ഡെഡ്ലി അവിടെ ക്രൗഡിലെ സ്പൈഡറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ധനിൽ ഡെഡ്ലി ക്രൗഡ് സ്പൈഡറിന്റെ കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് കൺഫേമും ചെയ്തിട്ടുണ്ട്. AK വിനി ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ബാക്കി റേറ്റിലെ മെമ്പേഴ്സിനെതിരെ ഫയർ കൊടുത്തിട്ടില്ല. റേറ്റിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ AK മെമ്പേഴ്സ് അവിടെ വണ്ടി എടുത്ത് മാറുന്നുണ്ട് റേറ്റ്. അപ്പോൾ ക്രൗഡ് സ്മോക്കിങ്ങിനെ എല്ലാം അവിടെ ഡൗൺ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ക്രൗഡ് ടീം മെമ്പേഴ്സ് അവിടെ ഓരോന്നോരോന്നായിട്ട് ഡൗൺ ആണ്. വൈപ്പർ വൈറ്റ് ചെയ്യാൻ സ്കൗട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ധനിൽ അവിടെ ഒരു കോണിൽ കൂടെ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ധനിൽ എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് കയറി വെച്ചെല്ലാം ശ്രമിക്കുകയാണ്. ഹണ്ട് ഡെഡ്ലി ഒരു കോണിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ക്രൗഡിലെ മെമ്പേഴ്സിനെ നോക്കാം. ക്രൗഡ് തൊട്ടടുത്തായിട്ട് തന്നെ നിൽക്കുകയാണ്. ക്രൗഡ് സ്കൗട്ട് അവിടെ നിൽക്കുന്നു. ഒരു രക്ഷയില്ലാത്ത പ്രകടനമായിരുന്നു. ആശാമാരെല്ലാം ഹോൾഡിങ്. ഹണ്ട് ഡെഡ്ലി പതുക്കെ കയറി ചെല്ലുന്നുണ്ട്. ഹണ്ട് ഒരു കോണിൽ കൂടെ കയറി ചെന്ന് ഫിനിഷ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും ക്രൗഡ് സ്കൗട്ട് ഒരു കോണിൽ മാറി നിൽപ്പുണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ വൈപ്പറിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാൻ ചാൻസ് ഉണ്ട്. ഹണ്ട് ഡെഡ്ലി വൈപ്പർ അവിടെ പതുക്കെ മാറി നിൽക്കുകയാണ്. ഇതൊന്നും കാണാതെ മാക്സിമം TPP എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റേറ്റ് ടീം മെമ്പേഴ്സിൻ്റെ ഫൈറ്റ് നമ്മൾ നോക്കിയായിരുന്നു. റേറ്റ് മെമ്പേഴ്സ് അവിടെ പതുക്കെ ഫിനിഷ് ആവുന്ന ഒരു ഫൈറ്റ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. AK ടീം മെമ്പേഴ്സിൻ്റെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും റേറ്റ് അവിടെ പോച്ചിങ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. റേറ്റ് ടീം മെമ്പേഴ്സ് FEK എന്നിവരുടെ പോച്ചിങ് ഏരിയയിലാണ് നിൽക്കുന്നത് തൽക്കാലത്തേക്ക്. ബാക്കി ഫൈറ്റുകളൊന്നും ഓണാവാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഫൈറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഡെഡ്ലി ടീം മെമ്പേഴ്സിൻ്റെ അപാരമായ പേഷ്യൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഡെഡ്ലി ആൻഡ് നമ്മുടെ ക്രൗഡ് ടീം മെമ്പേഴ്സിൻ്റെ അപാര പേഷ്യൻസ് വൈപ്പർ വൈറ്റി ഒക്കെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. ഹണ്ട് ഡെഡ്ലി ദൂരെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കയറി ചെല്ലാൻ വീണ്ടും ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഹണ്ടിനെ ഒന്ന് സ്പെക്ക് ചെയ്യാം. ഹണ്ടിനെ സ്പെക്ക് ചെയ്യുമ്പോൾ ഹണ്ട് ദൂരെ നിന്ന് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ദൂരെ നിന്ന് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രൗഡ് സ്കൗട്ട് ഇത് കണ്ടിട്ടുണ്ട്. സ്കൗട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഹണ്ട് ഡെഡ്ലിക്ക് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ധനിൽ ഇപ്പോഴും ഒരു കോണിൽ നിൽക്കുന്നേ ഉള്ളൂ. ധനിൽ ഈ സൈഡിൽ നിൽക്കുകയാണ്. ഈ സൈഡിൽ കൂടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ക്രൗഡ് വൈപ്പർ വൈറ്റി അവിടെ തൊട്ടടുത്ത് സപ്പോർട്ടിന് കയറി ചെല്ലുന്നുണ്ട്. അപ്പം രണ്ടുപേരും തമ്മിലുള്ള ഫയറിംഗ് എന്തായാലും നടക്കുന്നില്ല. അപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ 12 ടീമുകളിലായിട്ട് 37 മെമ്പേഴ്സാണ് ലൈവ് ആയിട്ടുള്ളത്. 12 ടീമുകൾ ശേഷിക്കുന്നുണ്ട്. ഓക്കെ, എക്സ് ഔട്ട് ആൻഡ് റേറ്റ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. റേറ്റിലെ മെമ്പേഴ്സ് ആൻഡ് എക്സ് ഔട്ടിലെ പ്ലേയേഴ്സും തമ്മിലുള്ള എക്സ് ഔട്ട് സ്പിൻസ് ഒക്കെ അവിടെ ഫയറിംഗ് ആണ്. റേറ്റിലെ ഒരു മെമ്പറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റേറ്റിലെ ഹേസി ആണെന്ന് തോന്നുന്നു അവിടെ ഡൗൺ അയക്കുന്നത്. അപ്പോൾ മാക്ക് ഇവിടെ നിൽക്കുന്നുള്ളൂ. ഓക്കെ, റേറ്റിലെ വെനമാണ് അവിടെ ഡൗൺ അയക്കുന്നത്. വെനം അവിടെ പതുക്കെ നിൽക്കുന്നുള്ളൂ. ഹേസി അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെനത്തിന്റെ റിവൈവിൽ അവിടെ കഴിഞ്ഞ് എക്സ് ഔട്ട് ടീം ആൻഡ് RKC ടീം ഇവിടെ തൊട്ടടുത്തായിട്ട് ഇരിപ്പുണ്ട്. റേറ്റിലെ മാക്കിന്റെ അടുത്തേക്ക് RKC ടീം മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി വരുന്നുണ്ട്. RKC ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് ഏത് നിമിഷം വേണമെങ്കിലും നടക്കാനുണ്ട്. പോച്ചിങ്ങിൽ ഇഷ്ടംമാതിരി ബിൽഡിങ്ങുകളിൽ നമുക്ക് ഒളിച്ചിരിക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോഴും എക്സ് ഔട്ട് മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ റേറ്റ് മെമ്പേഴ്സ് അവിടെ നിന്ന് കട്ട ഫൈറ്റിംഗ് ആണ് എക്സ് ഔട്ടിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റേറ്റിലെ മെമ്പേഴ്സ് അവിടെ കട്ടയ്ക്ക് വെനമൊക്കെ അവിടെ കട്ടയ്ക്ക് സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. RKC ടീം മെമ്പേഴ്സ് ഇതിനോടൊപ്പം തന്നെ ഇവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. RKC ടീം മെമ്പേഴ്സിനെ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പ്രകടനങ്ങൾ അത്രയധികം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെയും പക്ഷേ മനോഹരമായിട്ട് തന്നെ പൊരുതും ശ്രമിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഗൈസ്, എക്സ് ഔട്ട് റേറ്റ് ആൻഡ് RKC ടീം മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. തൊട്ടടുത്ത് നമ്മുടെ FEKയിലെ പ്ലേയേഴ്സ് ഉണ്ട്. FEK പ്ലേയേഴ്സ് ഇതൊന്നും കാണാൻ നിൽക്കുന്നത് നമ്മുടെ മിസ്റ്റിലെ പ്ലേയേഴ്സിനെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ നോക്കാം. മിസ്റ്റിലെ പ്ലേയേഴ്സ് തൊട്ടടുത്ത് ഹയർ റീച്ച് ഒക്കെ എടുത്ത് സെറ്റായിട്ട് നമ്മുടെ റേറ്റ് മെമ്പേഴ്സ് അവിടെ റീഗ്രൂപ്പ് ആയിട്ടുണ്ട്. റേറ്റ് മാക്കൊക്കെ അവിടെ നിന്ന് പുറത്തുനിന്ന് മാറിയിട്ടുണ്ട്. അപ്പം ഒന്ന് സൂമിൻ ചെയ്ത് നോക്കാം. AK ടീം, DVP ടീം എന്നിവരെല്ലാം അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ഇൻസെക്റ്റിലെ പ്ലേയേഴ്സുമായിട്ട് ഏത് നിമിഷവും DVP ടീമിന്റെ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. DVP ടീം ആൻഡ് ഇൻസെക്റ്റിന്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. സ്കൂൾ ഏരിയയ്ക്ക് അടുത്തുള്ള ഈ ചെറിയ വീടുകളിലാണ് അവിടെ ഫൈറ്റ് നടത്തുന്നുണ്ട്. ക്രൗഡ് വൈപ്പർ വൈറ്റി അവിടെ ഡെഡ്ലിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ക്രൗഡ് സ്കൗട്ട് ധനിൽ ഡെഡ്ലിയുടെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഡെഡ്ലി ടീമിന് ഒരു മെമ്പറിനെ കൂടെ നഷ്ടപ്പെടുന്നു. എന്തായാലും അപ്പോൾ ഹണ്ട് ഡെഡ്ലി അവിടെ ക്രൗഡ് വൈപ്പർ വൈറ്റിനെ അവിടെ ഡൗൺ ചെയ്തപ്പോൾ നമ്മുടെ ഹണ്ട് ഡെഡ്ലി അവിടെ ക്രൗഡ് വൈപ്പറുടെ കില്ലും കൺഫേം ചെയ്തു. ക്രൗഡ് സ്കൗട്ടിനെ അവിടെ ഫിനിഷ് ചെയ്തു.
അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഷാഡോ റേറ്റ് വെനം അവിടെ RKC ജൂനിയറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. RKC ടീമുമായിട്ടുള്ള ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടെന്ന് തോന്നുന്നു. റേറ്റ് ടീം മെമ്പേഴ്സിന്റെ അടുത്തേക്ക് പോകാം. റേറ്റ് ടീം മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. RKC ജൂനിയറിന്റെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഒരു നേടിലൂടെ ഡൗൺ ചെയ്ത വിജയത്തെ അവിടെ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. റേറ്റ് മാക് എക്സ് ഔട്ട് നിഞ്ച എല്ലാം തൊട്ടടുത്തായിട്ട് നിൽക്കുന്നു. റേറ്റ് വെനം അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ട്വിസ്റ്റോപ്പി ആറ്റം എന്നിവർ വേറൊരു ഏരിയ കൂടെ കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് ബാക്കിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്തായാലും റൈറ്റ് ടീം മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ 0 റെസ്പെക്ട് പ്ലേയേഴ്സ് അവിടെ കയറി വരുന്നു. RKC ജൂനിയർ അവിടെ റിവൈവ് ആയി കഴിഞ്ഞു. അപ്പോൾ RKC ട്വിസ്റ്റോപ്പിയൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. RKC ജൂനിയറിന്റെ അടുത്തൂടെ നോക്കാണ്. അപ്പോൾ FEK പ്ലേയേഴ്സ് അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ആർക്കെതിരെയാണ് അടിക്കുന്നത്? റാങ്കോ ടീം മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. റാങ്കോ ടീം മെമ്പേഴ്സിനെ നോക്കാം. റാങ്കോ ടീം മെമ്പേഴ്സ് ഒരു കോണിൽ കൂടെ അടിച്ചിട്ടുണ്ട്. ഡെഡ്ലിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡെഡ്ലിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മിസ്ലെ പ്ലേയേഴ്സ് അവിടെ അടിക്കുന്നുണ്ട്. നമ്മുടെ മിസ്ലെ പ്ലേയേഴ്സ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി അടിക്കാനായിട്ട്. അപ്പോൾ റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിസ്ലെ പ്ലേയേഴ്സുമായിട്ട്. റാങ്കോ ഡെഡ്ലിനെയൊക്കെ നോക്കാം. റാങ്കോ ജെനിസിസിനെയൊക്കെ അവിടെ സ്പോട്ട് ചെയ്ത് മിസ്ലെ പ്ലേയേഴ്സിനെ അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റാങ്കോ ആൽഫ തൊട്ടടുത്ത് ഒരു കില്ലൊക്കെ എടുത്ത് കൺഫേം ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം ബ്രാവോ അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. ബ്രാവോ അവിടെ ഡെഡ്ലി ഹണ്ടിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മസ്റ്റിന് ഫയർ കൊടുത്ത് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. ആൽഫ സ്പോട്ട് ചെയ്ത് നല്ല ഫയറിംഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൽഫ പതുക്കെ ഡെഡ്ലിനെ സ്പോട്ട് ചെയ്ത് ഡെഡ്ലിക്ക് നല്ല ഡാമേജ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡെഡ്ലിനെ എൻ്റെ മോനെ ആ വണ്ടി പൊട്ടിച്ച് റാങ്കോ ആൽഫ അവസാനം ഡെഡ്ലിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡെഡ്ലി ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ 10 ടീമുകളിൽ നിന്ന് 33 മെമ്പേഴ്സാണ് ഇനി ശേഷിക്കുന്നത്. അപ്പോൾ എന്തായാലും കോച്ചിങ്കി അവിടെ അടുത്തായിട്ട് നിൽക്കുന്ന ഇപ്പോൾ അടുത്ത സോൺ ഫോം ആകുമ്പോൾ എന്താകും സ്ഥിതി എന്നില്ല. AK ടീം മെമ്പേഴ്സ് അവിടെ AK മെൽവി ഒക്കെ പതുക്കെ റാങ്കോ ടീമിൻ്റെ അടുത്തേക്ക് ക്ലോസ് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. AK മെൽവി ആൻഡ് വിനി ഒരു കോണിക്കൂടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും റാങ്കോ ടീം മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് പതുക്കെ റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. FEK മെമ്പേഴ്സ് തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വിനിയൊക്കെ നോക്കാം. വിനിയൊക്കെ പതുക്കെ കയറി റാങ്കോ ആൽഫനെ ഏത് നിമിഷം വേണമെങ്കിൽ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. M249 ആണ് കയ്യിലിരിക്കുന്നത്. ഒരു സ്ട്രൈക്ക് ഉള്ളതേ ഉള്ളൂ. അപ്പോൾ റാങ്കോ ആൽഫ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. റാങ്കോ ചാർലി ബ്രാവോ എന്നിവരും അവിടെ തൊട്ടടുത്ത് തന്നെ. AKയിലെ മെൽവിനെ നോക്കാം. മെൽവി ഒരു കോണിക്കൂടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. മെൽവി ഏത് നിമിഷം വേണമെങ്കിലും ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. റാങ്കോ ആൽഫനെ അവിടെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. റാങ്കോ ആൽഫമായിട്ട് ഏത് നിമിഷം വേണമെങ്കിലും ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. റാങ്കോ ആൽഫ അവിടെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുത്ത പാടെ തന്നെ റാങ്കോ ആൽഫനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തിട്ടുണ്ട്. ആൽഫനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ AK വിനിയുടെ അവിടെ കൗണ്ടർ അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്രാവോനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്രാവോനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തിട്ടുണ്ട്. ബ്രാവോനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. മനോഹരമായിട്ട് തന്നെ AK മെൽവി അടുത്ത പോരാട്ടം ജെനിസിസിനെ അവിടെ സ്പോട്ട് ചെയ്ത് പോരാൻ നോക്കി. ജെനിസിസ് പക്ഷേ ബാക്കിൽ നിന്ന് FEK ജോക്കർ അവിടെ AK മെൽവിനെ തേർഡ് പാർട്ടി അടിച്ചിട്ടുണ്ട്. AK മെൽവി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ AK മെൽവിനെ റിവൈവ് ചെയ്യാൻ സ്മോക്ക് കിട്ടി സെറ്റ് ആയിട്ട് റാങ്കോ ടീം മെമ്പേഴ്സ് തൊട്ട് മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ AK മെൽവി ഇൻസ്റ്റന്റ് ആയിട്ട് ബ്ലീഡ് ഔട്ട് ആവുന്നുണ്ട്. മെൽവിനെ റിവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റാങ്കോ ജെനിസിസ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ നെയ്ഡോ സ്മോക്കോ എന്തായാലും ഇട്ടിട്ടുണ്ട് ആശാമാര്. ഒരു രക്ഷയില്ല. റാങ്കോ ആൽഫ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ബ്രാവോ അവിടെ ബ്ലീഡ് ഔട്ട് ആയിട്ടുണ്ട്. എന്തായാലും ബ്രാവോ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഫിനിഷ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് AK മെൽവി അവിടെ റിവൈവ് ആയിട്ടുണ്ട്. വിനെ അവിടെ കയറി വരുന്നുണ്ട് ഒരു കോണിക്കൂടെ. AK ടീം മെമ്പേഴ്സ് ആൻഡ് റാങ്കോ ടീം മെമ്പേഴ്സിന്റെ ഫൈറ്റ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ റാങ്കോ എന്ന് പറയുന്നുണ്ട്. റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നുള്ളൂ. റാങ്കോ ജെനിസിസ് അവിടെ ചാർലിനെ റിവൈവ് ചെയ്ത് കഴിഞ്ഞു. AK മെൽവി ആൻഡ് വിനെ ഇപ്പോഴും കയറി വന്നിട്ടില്ല. റാങ്കോ ജെനിസിസ് അവിടെ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചാർലി ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ നേടും കാര്യങ്ങളൊക്കെ എടുത്ത് എറിയുന്നുണ്ടെന്ന് തോന്നുന്നു. ആശാൻ ഇല്ല, മെൽവി അവിടെ എറിയുന്ന. റാങ്കോ ആൽഫ അവിടെ ഇപ്പോഴും ബ്ലീഡ് ഔട്ട് ആയിട്ടുണ്ട്. ആൽഫനെ അവിടെ റിവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും സ്മോക്ക് കിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. AK മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. AK മെൽവി ആൻഡ് വിനെ അവിടുന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. എന്തായാലും ആ ഫൈറ്റ് അവിടെ നടന്നിട്ടില്ല. ജെനിസിസ് അവിടെ റിവൈവ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും സ്മോക്ക് കവറിൽ നിൽക്കുകയാണ്. AK ടീം മെമ്പേഴ്സ് പതുക്കെ അവിടുന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. AK മെമ്പേഴ്സ് അവിടുന്ന് മാറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബ്രാവോയുടെ അവിടെ പെട്ടി അവിടെ കിടപ്പുണ്ട്. തൊട്ടടുത്ത് നമുക്ക് അടുത്ത ഫൈറ്റിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. സോൺ ഒരു ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. FEK ടീമിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സോണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. RKC ടീം തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. 0 റെസ്പെക്ട് പ്ലേയേഴ്സ് പള്ളി ഏരിയയിൽ നിൽക്കുന്നു. റൈറ്റ് ടീം മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. എന്തായാലും നമ്മുടെ എക്സ് ഔട്ട് മെമ്പേഴ്സിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ഇൻസെക്റ്റിലെ പ്ലേയേഴ്സിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പം AK ടീം ആൻഡ് റാങ്കോ ടീം ഇവർക്കെല്ലാം അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ഏത് നിമിഷം വേണേലും ഒരു ഫയറിംഗ് ഓൺ ആവാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ എന്താകാൻ സ്ഥിതി. റാങ്കോ ജെനിസിസ് അവിടെ സ്പ്രേ ചെയ്യുന്നുണ്ട്. AK മെൽവിക്ക് അവിടെ നല്ല ഡാമേജ് ആണ് കിട്ടിയത്. റാങ്കോ ആൽഫയുടെ അടുത്തേക്ക് നേടുകളും കാര്യങ്ങളും ഒക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോൺ അവിടെ എത്തുമ്പോൾ മെൽവിനെ അവിടെ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. മെൽവി അവിടെ ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിനി അവിടെ കയറി ചെല്ലുന്നുണ്ട്. വിനിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ AK ടീം മെമ്പേഴ്സിനെ റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ വൈപ്പ് ചെയ്തേക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. റാങ്കോ OP ഗൈസ്. അപ്പോൾ റാങ്കോ ടീം മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ പോരാടിയിട്ടുണ്ട്. ടീം ഇൻസെക്ട് ഇപ്പോഴും അവിടെ DVP ടീം മെമ്പേഴ്സ് ആൻഡ് FEK തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. FEKയിലെ ജാക്ക് അവിടെ ശേഷിക്കുന്നു. ജാക്കിനെ നോക്കട്ടെ. ജാക്ക് അവിടെ ഇപ്പോഴും നേടുകളും കാര്യങ്ങളൊക്കെ എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
തൊട്ടടുത്ത DVP മത്തായൊക്കെ നിൽപ്പുണ്ട്. നീടുകളുടെ ഒരു കുമാരൻ തന്നെ വരുന്നുണ്ട്. FEK ജാക്ക് അവിടെ 5 കില്ല് എടുത്ത് സെറ്റായിട്ട് നിൽപ്പുണ്ട്. RKC ആറ്റം ഇൻസെക്റ്റിലെ റേവൺ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. FEK ജാക്കിന്റെ അടുത്തേക്ക് മനോഹരമായ ഫൈറ്റ്. റാങ്കോ ആൽഫ എന്റെ ഇൻസെക്റ്റിലെ പ്ലേയേഴ്സ് എല്ലാം അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ റാങ്കോ ആൽഫനെ ഇൻസ്റ്റന്റ് ആയിട്ട് സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻസെക്റ്റിലെ റേറ്റ് മാക്ക് അവിടെ വിച്ചറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സൗട്ടിലെ പ്ലേയേഴ്സ് പതുക്കെ കയറി വരുന്നത്. എക്സൗട്ടിലെ പ്ലേയേഴ്സ് റാങ്കോ ചാർലിയുടെ അടുത്തേക്കാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. ചാർലിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. എന്താ എക്സൗട്ട് തൊട്ട് ബാക്കിൽ കൂടെ മാറിയിട്ടുണ്ട്. ജെനിസിസ് അവിടെ റാങ്കോ RKC ജൂനിയർ അവിടെ 0 റെസ്പെക്ടുള്ള പ്ലേയേഴ്സിനെ ഡൗൺ ചെയ്തു. ഇൻസെക്ട് പ്ലേയേഴ്സ് അവിടെ റാങ്കോ ചാർലിനെ ഡൗൺ ചെയ്തു. റാങ്കോ ജെനിസിസ് അവിടെ എക്സൗട്ട് സ്പിൻസ് നിഞ്ച എന്നിവരെയാണ് അവിടെ ഡൗൺ ചെയ്തത്. പക്ഷേ റാങ്കോ ചാർലിനെ ടീം ഇൻസെക്ട് ജെൻ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. റാങ്കോ ടീം മെമ്പേഴ്സ് അങ്ങനെ പതുക്കെ വൈപ്പായിട്ടുണ്ട്. ഇൻസെക്ട് ടീം മെമ്പേഴ്സ് മനോഹരമായ ഒരു കവറിൽ നിന്നുകൊണ്ട് മനോഹരമായ ഒരു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സൗട്ടിലെ പ്ലേയേഴ്സ് 2 പേര് അവിടെ ഡൗൺ ആണ്. RKC ടീം അവിടെ ഫയറിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റേറ്റിലെ മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. റേറ്റിലെ ഹിസിനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റിലെ പ്ലേയേഴ്സ് അവിടെ ഓരോന്നോരോന്നായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. മാക്ക് അവിടെ റിവൈവ് നടന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും മാക്ക് അവിടെ നല്ല ഡാമേജ് ഒക്കെ കിട്ടിയിരിക്കുകയാണ്. ഹീസിയൊക്കെ അവിടെ നിൽക്കുന്നുള്ളൂ. എന്തായാലും കയറി വരുന്നുണ്ട്. റിവൈവൽ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം റിവൈവ് ചെയ്തിട്ട് മാറിയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവർ മാറിയിട്ടുണ്ട്. RKC ട്വിസ്റ്റോപ്പി ടൊർണാഡോ വൈറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹീസി ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. മാക്ക് അവിടെ ഹീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മാക്ക് അവിടെ ഹീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി പ്ലേയേഴ്സ് അവിടെ കയറി വന്നിട്ടുണ്ട്. എന്താ ഹീസിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. മാക്ക് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ മാക്ക് അവിടെ മിസ്റ്റിലെ പ്ലേയേഴ്സുമായിട്ടുള്ള ഫൈറ്റിംഗ് അവിടെ പക്ഷേ ക്ലൗൺ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കേറ്റ് ഫിസി ഒക്കെ അവിടെ നിന്ന് കട്ട ഫയറിംഗ് ആയിരുന്നു. ടീം ഇൻസെക്റ്റിലെ പ്ലേയേഴ്സ് അവിടെ നിന്ന് ഒരു കോണിൽ നിന്ന് കട്ടയ്ക്ക് ഫൈറ്റ് എടുത്തോണ്ടിരിക്കും. 0 റെസ്പെക്ട് പ്ലേയേഴ്സ് ഒന്നും വിട്ടു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 0 റെസ്പെക്ട് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. FEK മെമ്പേഴ്സിനെ നോക്കാം. FEK ജാക്ക് ഇപ്പോഴും അവിടെ വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ടീം ഇവരുടെ അടുത്തുനിന്ന് ടീം ഇൻസെക്റ്റിലെ RKC ആറ്റത്തിന് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സോണിന്റെ ഡാമേജ് അവിടെ നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. DVP മെമ്പേഴ്സ് ഏത് നിമിഷം FEK ജാക്കിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ജാക്ക് സംഭവം അവിടെ നിന്ന് സർവൈവ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നേരെ കയറി ചെല്ലുന്ന എക്സൗട്ടിലെ പ്ലേയേഴ്സിന്റെ അടുത്തേക്കാണ്. അപ്പോൾ എക്സൗട്ട് പ്ലേയേഴ്സിന്റെ അടുത്തേക്ക് തന്നെ കയറി ചെല്ലുകയാണ്. അപ്പോൾ എക്സൗട്ട് പ്ലേയേഴ്സ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എക്സൗട്ടിലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എക്സൗട്ടുമായിട്ട് ഫൈറ്റ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഓക്കെ FEK ജാക്കിന് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. DVP ഷാഡോ ദൂരെ നിന്ന് സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. DVPയുടെ ഒരു രക്ഷയില്ലാത്ത പ്രകടനം. അപ്പോൾ DVP ടീം മെമ്പേഴ്സിന് അവിടെ സോണിൽ പോകേണ്ടതായിട്ടുണ്ട്. DVP ഷാഡോ ഒക്കെ തൊട്ടടുത്ത് നിൽക്കുന്നുള്ളൂ. ബാബയാകൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്നു. കട്ട ഫൈറ്റിംഗ് ഫയറിംഗ് മാത്രം നടക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. തുരുതുരെ ഫയറിംഗ്. എക്സൗട്ട് മെമ്പേഴ്സ് അവിടെ കയറി ഇൻസെക്റ്റുമായിട്ട് ഫൈറ്റ് എടുക്കുന്നു. ഇൻസെക്ട് 0 റെസ്പെക്ട് അവിടെ കയറി വരുന്നു. RKC ടീം അവിടെ കയറി വരുന്നു. ഇൻസെക്റ്റിലെ റിയോൺ മാത്രം ശേഷിക്കുന്നു. RKC ജൂനിയർ ഒക്കെ അവിടെ നിൽക്കുന്നു. തൊട്ടടുത്തൂടെ കട്ട ഫയറിംഗ് അവിടെ നടക്കുന്നു. RKC വിജയത്തെ എന്നിവരവിടെ ഇൻസെക്റ്റിലെ റിയോനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. RKC ടീം മെമ്പേഴ്സ് അവിടെ മനോഹരമായ തേർഡ് പാർട്ടി എടുക്കുന്നു. DVP ടീം മെമ്പേഴ്സ് എക്സൗട്ടിനെ ഒരു കോണിക്കൂടെ അയക്കുന്നു. 2 ടീമുകൾ മാത്രം ശേഷിക്കുന്നു. 7 മെമ്പേഴ്സ് ലൈവായിട്ടുണ്ട്. RKCയുടെ 3 പ്ലേയേഴ്സ്, DVPയുടെ 4 പ്ലേയേഴ്സ്. ഒരു രക്ഷയില്ലാത്ത കളി. അപ്പോൾ RKC വിജയത്തെ അവസാനം ഒരു 0 റെസ്പെക്ട് പ്ലേയേഴ്സിനെ ഡൗൺ ചെയ്തു. RKC വിജയത്തിനെ അവിടെ DVP വൈപ്പർ അവിടെ DVP ബാബയാകെ ഡൗൺ ചെയ്തിട്ടുണ്ട്. DVP മെമ്പേഴ്സ് അവിടെ പതുക്കെ ക്ലോസിംഗ് ചെയ്യുന്നു. RKC ടീമിന്റെ അടുത്തേക്ക് DVP മെമ്പേഴ്സിന്റെ അവിടെ ഒരു റഷാണ് കാണാൻ സാധിക്കുന്നത്. നേരെ ചെന്ന് RKC ടീമിന്റെ അടുത്തേക്ക് റഷ് ചെയ്തിട്ടുണ്ട്. 2 പ്ലേയേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. RKC വിജയത്തെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ട്വിസ്റ്റിന്റെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ബാബയാകെ അടുത്ത് എനിക്ക് RKC ജൂനിയർ അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നുള്ളൂ. അവിടെ RKC ട്വിസ്റ്റോപ്പിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. RKC ജൂനിയർ അവിടെ ഫിനിഷ് ആവുന്നതോടുകൂടി പോച്ചിങ്ങിൽ നടന്ന ഈ യുദ്ധം ഇവിടെ പര്യവസാനിക്കുന്നു. ടീം DVP അവിടെ അവസാനം ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിരിക്കുകയാണ്. ടീം DVP അവിടെ 5 കില്ലോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. RKC ടീം മെമ്പേഴ്സ് അവിടെ 4 കില്ലോട് കൂടി 2ാം സ്ഥാനത്തും 0 റെസ്പെക്ട് അവിടെ 2 കില്ലോട് കൂടി 3ാം സ്ഥാനത്തും ടീം ഇൻസെക്ട് അവിടെ 4 കില്ലോട് കൂടി 4ാം സ്ഥാനത്തും എക്സൗട്ടിലെ പ്ലേയേഴ്സ് അവിടെ 5 കില്ലോട് കൂടി 5ാം സ്ഥാനത്തും നമ്മുടെ മിസ്റ്റിലെ പ്ലേയേഴ്സ് അവിടെ 6ാം സ്ഥാനത്തും FEK പ്ലേയേഴ്സ് അവിടെ 7ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. FEK ജാക്ക് മനോഹരമായിട്ട് തന്നെ പോരാടി 5 കില്ലൊക്കെ എടുത്ത് സെറ്റായിട്ട് നിന്നിരുന്നു. റെയ്ത്തിലെ പ്ലേയേഴ്സാണ് അവിടെ 8ാം സ്ഥാനത്ത് ഫിനിഷ് അയക്കുന്നത്. അപ്പോൾ റെയ്ത്ത് മെമ്പേഴ്സ് ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. റെയ്ത്ത് 8ാം സ്ഥാനത്ത് ഫിനിഷ് ആയപ്പോൾ 2 കില്ലായിരുന്നെന്ന് തോന്നുന്നു അവർക്കുണ്ടായിരുന്നത്. ഒരു കില്ലാണ്. റാങ്കോ ടീം മെമ്പേഴ്സ് അവിടെ മനോഹരമായ 6 കില്ലെടുത്ത് 9ാം സ്ഥാനത്തും AK ടീം മെമ്പേഴ്സ് അവിടെ 5 കില്ലെടുത്ത് 10ാം സ്ഥാനത്തും ഡെഡ്ലി ടീം മെമ്പേഴ്സ് 11ാം സ്ഥാനത്തും 4 കില്ലോട് കൂടി 11ാം സ്ഥാനത്തും നമ്മുടെ ക്രൗഡിലെ പ്ലേയേഴ്സ് അവിടെ 12ാം സ്ഥാനത്ത് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു 3 കില്ലോട് കൂടി. ഫിനിക്സ് ടീം മെമ്പേഴ്സ് അവിടെ ഇന്ന് OP പ്രകടനം കാഴ്ചവെച്ചായിരുന്നു. 10 കില്ലോട് കൂടി ഇന്ന് 13ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഹയർ റേഞ്ചിൽ എത്തിയേനെ. അപ്പോൾ ഡാർക്ക് വൺസ് അവിടെ 14ാം സ്ഥാനത്ത് 1 കില്ലോട് കൂടി ഫിനിഷ് ചെയ്തപ്പോൾ നമ്മുടെ ടീഗോഡിലെ പ്ലേയേഴ്സ് 16ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെന്ന്. അപ്പോൾ ടീഗോ ടീം 16ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ 17ാം സ്ഥാനത്ത് ടോക്സിക് ടീം മെമ്പേഴ്സും നമ്മുടെ ഗോസ് ഹോട്ട് ടീം 18ാം സ്ഥാനത്ത് SGS ടീം 19ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഗാലക്സി ടീം 20ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ ടീം ഫ്യൂരീസ് അവിടെ 21ാം സ്ഥാനത്തും SOS അവിടെ 22ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തേക്കുന്നത്.
ബട്ട് താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വളരെയധികം മനോഹരമായിരുന്നു. അപ്പോൾ നിങ്ങളുടനീളം സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദി. അപ്പോൾ താങ്ക് യു ടീം AK അതാണ്ട് അതോടൊപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പം വൺസ് അഗൈൻ കോൺഗ്രാറ്റുലേഷൻ DUP ടീം. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കൊണ്ടുവയ്ക്കുന്ന DUP ടീമാണ്. OP പ്രകടനം കാഴ്ചവെച്ചു. DUP ടീമിൻ്റെ ലാസ്റ്റിലെ മനോഹരമായ ക്ലച്ചുകളോട് RKC ടീമിനെ തോൽപ്പിച്ചുകൊണ്ടുള്ള 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്.